ഗൈസ്, ഞങ്ങൾ ഒളവപ്പാറ പോവാണ്. കോഴിക്കോടിൻ്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഒളവപ്പാറ. അതെ ഗൈസ്, വേറെ എന്തെങ്കിലും പറയണ്ടോ? ഒളവപ്പാറ എത്തിയിട്ട് കാണാം ഗൈസ്. ബൈ. ഒളവപ്പാറ എത്തി. കോഴിക്കോടിൻ്റെ കുട്ടനാട്. യെസ് ഗൈസ്, കുട്ടനാട് അകലപ്പുഴ. അതേതാ സ്ഥലം? ഗൈസ്, മഴ പെയ്തു ഗൈസ്. ഗൈസ്, ഇവിടുത്തെ ആകെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ മഴ കുഴികളാണ് ഗൈസ്. റോഡ് സർക്കാരൊന്ന് നേരെയാക്കിയിട്ടുള്ളത്. വഴിയൊക്കെ എങ്ങനെയാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലും കോൺഗ്രസ്സുകാർ ഇതൊക്കെ ഒന്ന് നന്നായി കൊടുക്കാം ഗൈസ്. കുട്ടനാട് അല്ല, ഒളവപ്പാറയിൽ JCB ആണ് ഗൈസ്. കുറെ വാഴത്തോട്ടുണ്ട് ഗൈസ്. ഇത് ഇവിടുത്തെ നാട്ടുകാരാണ് ഗൈസ്. ഒരു കല്യാണം കഴിയാനേ JCB എടുക്കാൻ. ഞങ്ങൾക്ക് മഴ കിട്ടി ഗൈസ്. ഞങ്ങളൊരു ബസ് സ്റ്റോപ്പിൽ കയറിക്കാണ്. പക്ഷെ ഞങ്ങളൊരു കോട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ കയറിക്കാണ്. കോട്ട് ഇട്ടിട്ട് പോയാലോ? ഒളവപ്പാറ കറക്റ്റ് എല്ലാവരും വരുന്ന ടൂറിസ്റ്റ് പ്ലേസിൽ ഞങ്ങൾ എത്തിയിട്ടില്ല. അതിന് മുന്നേ മഴ കിട്ടി ഗൈസ്. നമ്മൾ തെണ്ടാൻ വരുമ്പോൾ ട്രാവലിൻ്റെ ഇതൊക്കെയാണ് ഇട്ട് വന്നത്. ഇപ്പം നമ്മൾ കോട്ടിടാൻ പോവാണ്. കോട്ടിട്ട് അവിടെ നമ്മൾ ഓക്കെ കോട്ടിട്ട് പോവാൻ പോവാണ്. മുഖം നനയുന്നുണ്ടോ? കുറേ വീടിൻ്റെ മുമ്പ് കൂടി കേൾക്കുമ്പോൾ പോണ്ടിരാ. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് സർവീസ് ഉണ്ട്, ഫുഡ് സ്പോട്ട് ഉണ്ട്. ഗ്രീനറി വ്യൂ. ഇവിടെ കക്ക പറക്കലൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങൾ ഒളവപ്പാറയെത്തിന്ന്. എന്ത് രസമാണ് കാണാൻ, കുട്ടനാട് പോലെ ഇല്ല ഗൈസ്. നമ്മളെ ഇവിടെ പോയാലും മഴ പെയ്യൂലേ? വ്യൂ പോയിന്റ് കാണാൻ അതൊരു ഐശ്വര്യ. വയനാട് ഫസ്റ്റ് ടൈം പോയപ്പോഴും നല്ല രസമില്ല. ഗൈസ്, ഇപ്പോൾ ഇവിടെ മഴയൊക്കെ പോയിന്. അപ്പം നല്ല ഞങ്ങൾ ഇവിടെ കുറേ ക്ലൈമറ്റ് എടുത്തിരിക്കുകയാണ്. ഇവിടെ ഈവനിങ് ഒക്കെ വന്നാൽ നല്ല ഫോട്ടോസ് കിട്ടും ഗൈസ്. ഇനി ഫോട്ടോസ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഭയങ്കര കാം ആൻഡ് റിലാക്സ്. തലേന്നത്തെ ഫോട്ടോ ഇവിടുന്ന് എടുത്താലോ? ഇവിടെ വീട്ടിൽ പോയിട്ട് കാണാം. ചെക്കന്മാർക്ക് കുളിക്കാൻ ഇവിടെ കക്ക പെറുക്കാം, വെറുതെ വന്നിരിക്കാം. നല്ലൊരു സ്ഥലമാണ് ഗൈസ്. യെസ്, ഫാമിലി ആയിട്ട് വന്ന ബോട്ട് സർവീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ അപ്പുറത്താണ് ഇവിടെ മമ്മൂട്ടീൻ്റെ ഒരു റിസോർട്ടോ വീടൊക്കെ ഉണ്ട് കേട്ടോ. അതിനോട് ആരോ ഒന്ന് പറഞ്ഞെന്നാ ഈയാണ് ആരോന്ന്. ഞാൻ എന്നിട്ട് ഇപ്പോഴും അത് വിശ്വസിച്ചിരിക്കാം. ഞാനും എന്നോട് ആരോ പറഞ്ഞെന്നാ. അതൊക്കെ ഹൗസ് ബോട്ട് ആണെങ്കിൽ സീനാണ്. നല്ല DJ ഒക്കെ ഇടും ഇവര്. ഫാമിലി വെക്കേഷൻ ടൈമിലൊക്കെ ഇവിടെ നിറച്ചു ആളാണ് കേട്ടോ. ഞങ്ങളും ഹൗസ് ബോട്ട് കയറാൻ പോവാണ് ഗൈസ്. ഇത് കയറിയിരുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. ഒരാൾക്ക് 100 രൂപയെന്തോ ആണ്. കുറച്ചുകൂടി എടുത്തേക്കണേ നമുക്ക് വെച്ച് ചെയ്യാം. മേഘം കണ്ട് മിന്നലേ താഴെ വരണ്ട.
അപ്പോൾ ഇവിടെയൊക്കെയാണ് ബോട്ട് സർവീസ് നടത്തുന്നത്. ഒരു പെർ ഹെഡ് എന്താ 100 ഒക്കെയാണ്. ഇതൊക്കെ നോക്ക്, മുന്നിലിപ്പോൾ വരിട്ടോ. അതിലേക്ക് കണ്ടിട്ട് നോക്കുമ്പോൾ തള്ളച്ചി. എൻ്റെ ഈ സൈഡ് രസമില്ല, എൻ്റെ ഈ സൈഡാണ് രസം. നമുക്ക് ഇങ്ങോട്ട് നോക്കിയിരിക്കും അങ്ങനെ. ഇതിലൊന്നും ആളില്ലല്ലോ, നമ്മളെ കയറ്റിക്കൂടെ അല്ലേ? ലൈറ്റിലേക്ക് തൊട്ടെ.